ശിവപ്രിയ ജ്യോതിഷാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ശത്രുദോഷം മാറുന്നതിന് വേണ്ടി ശിവന് ചെയ്യാവുന്ന ചില വഴിപാടുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ശിവന് ചെയ്യാവുന്ന വഴിപാട് ശത്രുദോഷം മാറുന്നതിന് വേണ്ടി. അപ്പൊ ശിവൻ ഇനി വഴിപാട് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ശത്രുദോഷം മാറാൻ അല്ലെങ്കിൽ ശത്രുദോഷം ഏറ്റിട്ടുണ്ടെന്ന് ഇവർക്ക് തോന്നിയാൽ അത് സ്വയം തീരുമാനിച്ചിട്ട് കാര്യമില്ല. ശത്രുദോഷം ഏറ്റിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയാൽ എനിക്ക് ശത്രുദോഷം ഏറ്റിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല, ഇത് ഉള്ള കാര്യമാണ്. അനുഭവത്തിൽ വന്നവർക്ക് അറിയാൻ പറ്റും. ശത്രുദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും വിധത്തിൽ അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രുതാദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അത് അനുഭവത്തിൽ വന്നവർക്ക് അറിയാൻ പറ്റും. അല്ലാത്തവർക്ക് അത് തമാശയായിട്ടോ അല്ലെങ്കിൽ അന്ധവിശ്വാസമായിട്ട് കാണാം. അപ്പൊ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർ വിശ്വസിക്കണ്ട. അപ്പൊ ശിവന് വഴിപാട് നടത്തിയാൽ ശത്രുദോഷങ്ങളും മാറിക്കിട്ടാം. അപ്പൊ ആദ്യം തന്നെ ശത്രുദോഷം ഏറ്റിട്ടുണ്ടെന്ന് നോക്കണം. അപ്പൊ എങ്ങനെയുള്ള ശിവന് ആണ് ശത്രുദോഷം മാറ്റിത്തരാൻ കഴിയുന്നത്? അഘോരമൂർത്തിയായ ശിവൻ. എല്ലാ ശിവനും അഘോരമൂർത്തിയല്ല കേട്ടോ. അഘോരഭാവത്തിലിരിക്കുന്ന ശിവനാണ് അഘോരമൂർത്തിയായ ശിവൻ. കടുത്ത ശത്രുദോഷത്തിന് മാത്രമേ അഘോരമന്ത്ര പുഷ്പാഞ്ജലി നടത്താൻ പാടുള്ളൂ. അപ്പൊ ശിവന് അഘോരമന്ത്ര പുഷ്പാഞ്ജലി നടത്താം. അപ്പൊ അഘോരമൂർത്തി ഭാവത്തിലിരിക്കുന്ന ശിവന് വേണം അഘോരമന്ത്ര പുഷ്പാഞ്ജലി നടത്താൻ. അല്ലാതെ എല്ലാ ശിവനും പോയിട്ട് അഘോരമന്ത്ര പുഷ്പാഞ്ജലി നടത്തിയിട്ട് ഫലം ഉണ്ടാവില്ല. ശാന്തസ്വരൂപത്തിലിരിക്കുന്ന ശിവനെയൊക്കെ അഘോരമന്ത്ര പുഷ്പാഞ്ജലി നടത്തിയാൽ ഏറ്റൊന്നും വരില്ല. അഘോരമന്ത്രം കേൾക്കണമെന്നുണ്ടെങ്കിൽ അഘോരഭാവത്തിലിരിക്കുന്ന ശിവന് വഴിപാട് നടത്തണം. അപ്പൊ അങ്ങനെയുള്ള ആ ശിവക്ഷേത്രങ്ങൾ ഉണ്ടാകും. എനിക്ക് അറിയാവുന്നത് ഏറ്റവും അടുത്തുള്ളത്, ഏറ്റവും ഇതായിട്ടുള്ള അഘോരമൂർത്തിയായിട്ടുള്ളത് ഏറ്റുമാനൂരപ്പനാണ്. ഏറ്റുമാനൂർ ശിവനാണ്. ഏറ്റുമാനൂരപ്പൻ അഘോരമന്ത്ര മൂർത്തിയാണ്. അപ്പോ ഏറ്റുമാനൂരപ്പന് വഴിപാട് നടത്തിയാൽ കടുത്ത ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും. അതേപോലെ തന്നെ മറ്റു ചില ക്ഷേത്രങ്ങളുണ്ടാവും, അവിടെ അന്വേഷിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ശത്രുദോഷം മാറാനായിട്ട് അഘോരമന്ത്ര പുഷ്പാഞ്ജലി അഘോരമൂർത്തിയായ ശിവന് നടത്തിയാൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ ശത്രുക്കള് ഒത്തിരി കാണും ഒരാൾക്ക്, ഇല്ലേ? ശത്രുക്കൾ ഒത്തിരി ഉണ്ടാവും. ചില ആൾക്കാർക്ക് കുടുംബപരമായിട്ട് ശത്രുത ഉണ്ടാവും. ചില ആൾക്കാർ സഹോദരങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവും. അയൽക്കാർ തമ്മിൽ ശത്രുത ഉണ്ടാവും. അച്ഛനും മക്കളും തമ്മിൽ ശത്രുത ഉണ്ടാവും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുതയുണ്ടാവും. ബിസിനസ് പങ്കാളികൾ തമ്മിൽ ശത്രുതയുണ്ടാവും. ഇങ്ങനെ പല വിധത്തിലുള്ള ശത്രുത ദോഷങ്ങൾ പലർക്കും പല സമയത്തും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, ഇല്ലേ? അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരം ചെയ്യണം. അപ്പൊ അതിന് പരിഹാരം എന്താണ്? കൂടോത്രവും മന്ത്രവാദവും ഒന്നുമല്ല അതിന് പരിഹാരം. കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ചെയ്ത് വെറുതെ കാശ് കളയാന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കൂടോത്രത്തിന്റെയും മന്ത്രവാദത്തിന്റെ ഒക്കെ മുകളിൽ ഒരു അദൃശ്യ ശക്തിയായ ദൈവാധീന ശക്തിയായ മുകളിലുണ്ട്, ഇല്ലേ? അതിന്റെ മേലെ നിൽക്കും. ആ ശക്തിയെ മറികടക്കാൻ ഒരു കൂടോത്ര ശക്തിക്കും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ശരിയായ ദൈവവിശ്വാസത്തോടുകൂടി ദൈവാധീനത്താൽ ദൈവത്തിങ്കൽ വഴിപാട് നടത്തിയാൽ ഈ കൂടോത്രയും മന്ത്രവാദവും ഒക്കെ നമ്മളുടെ ഇന്ന് ഏശാതെ പോകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ദോഷകരമായിട്ട് നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ടെന്ന് ശരിക്ക് ഏറ്റാൽ നിങ്ങൾ ചെയ്യേണ്ടത് അഘോരമന്ത്ര പുഷ്പാഞ്ജലി അഘോരമൂർത്തിക്ക് ചെയ്താൽ, അഘോരമൂർത്തിയായ ശിവന് ചെയ്താൽ ഏറ്റവും ഉത്തമമാണ്. അത് ഏറ്റുമാനൂരപ്പൻ അഘോരമന്ത്ര മൂർത്തിയാണ്. അഘോര മന്ത്രം അഘോരഭാവത്തിലിരിക്കുന്ന ദേവനാണ്. അവിടെ പോയാൽ നിങ്ങളുടെ ഏത് കടുത്ത ശത്രുദോഷത്തിനും അവിടെ പോയി പ്രാർത്ഥിക്കുകയും വഴിപാട് നടത്തുകയും ചെയ്താൽ വളരെയധികം ഉത്തമമാണ്. ഇനി അവിടെ പോകാൻ പറ്റാത്തവര് അഘോരഭാവത്തിലിരിക്കുന്ന ശിവക്ഷേത്രങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്.
ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.